Hello all, Learn and Learn is in front of you today with a new poem. Name of the poem is Indian Movie New Jersey, written by Chitra Banarje Divakaruni. Let's see more about the author. Chitra Banarje Divakaruni is a famous Indian American writer born in Kolkata. She left Kolkata for USA when she was 19 years old to study English literature. She did her masters at Wayne State University, Ohio, and PhD at California University. She has been conferred many awards for her writings. Now she teaches creative writing at the University of Houston. കൊൽക്കത്തയിൽ ജനിച്ച ചിത്ര ബാനർജി ദിവകരുണി 19-ാം വയസ്സിൽ US-ലേക്ക് പോവുകയാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോയത്. ബാക്കിയുള്ള ഡിഗ്രീസ് എല്ലാം അവർ ചെയ്തത് US-ലാണ്. അവരുടെ റൈറ്റിംഗ്സിന് ഒരുപാട് അവാർഡ്സുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിപ്പിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹ്യൂസ്റ്റണിൽ. Now let's see her works. Arranged Marriage, The Mistress of Spices, Sister of My Heart, The Unknown Errors of Our Lives, The Wine of Desire, Queen of Dreams, The Lives of Strangers, The Palace of Illusion, One Amazing Thing, Oleander Girl, Before We Visit the Goddess, The Forest of Enchantments. ഇനി നമുക്ക് പഠിക്കാനുള്ള പോയത്തിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. Indian Movie New Jersey. The poem presents the complexities of the Indian migrants experiencing in the USA. Once uprooted, the migrants are overwhelmed by a sense of insecurity, alienation, and identity crisis. The clash of the town identities of Indianness and Americanness cause a split in their psyche, that is, identity crisis. The poem is set in a cinema hall in the New Jersey, where a group of Indian settlers are watching a movie which brings out the typical Indian sensibility. നമ്മുടെ ഓതർ കൊൽക്കത്തയിൽ നിന്ന് US-ൽ സെറ്റിലായ ഒരാളാണ്. ഒരു ഡയസ്പോറ എന്ന നിലയിൽ ഒരുപാട് കോംപ്ലക്സിറ്റീസ് അവർക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുപോലുള്ള ഒരുപാട് ഇമിഗ്രൻസ് അനുഭവിക്കുന്ന കോംപ്ലക്സിറ്റീസിനെയൊക്കെ പറ്റിയുള്ള ഒരു പോയമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേരോടെ പിഴുതു മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നട്ട ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഏലിനേഷൻ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. എത്ര അമേരിക്കനായിട്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാലും അവരുടെ ഉള്ളിൽ ആ ഒരു ഇന്ത്യനെസ് എപ്പോഴും ഉണ്ടാവും. നമ്മുടെ പോയം സെറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂ ജേഴ്സിയിലെ ഒരു സിനിമ ഹാളിലാണ്. ന്യൂ ജേഴ്സിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഏറ്റവും കൂടുതൽ സൗത്ത് ഏഷ്യൻ ഇമിഗ്രൻസ് സെറ്റിൽ ചെയ്തിരിക്കുന്ന US-ലെ ഒരു സ്ഥലമാണ് ന്യൂ ജേഴ്സി. പോയം പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻ സെറ്റിലേഴ്സ് ന്യൂ ജേഴ്സിയിലെ ഈ മൂവി ഹാളിലിരുന്ന് ഒരു ഇന്ത്യൻ മൂവി കാണുകയാണ്. അപ്പോൾ അവർക്ക് നാടിനോട് തോന്നുന്ന ഒരു വൈകാരികമായ അനുഭവമാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. സോ നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. ഇന്ത്യൻ മൂവി ന്യൂ ജേഴ്സി. Not like the white film stars, all ribbed and gone cheekbone, the Indian sex goddess smiles plumpy from behind a flowery branch. Below her brief red skirt, her thighs are satisfying, solid, redeeming as tree trunks. She swings her hip and the men viewers whistle. പോയത്തിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ പറഞ്ഞു ന്യൂ ജേഴ്സിയിൽ ഒരു ഫിലിം ഹാളിലാണ് മൂവി സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ദ ഇന്ത്യൻസ് ഇൻ ദ ന്യൂ ജേഴ്സി ആർ വാച്ചിങ് എ ടിപ്പിക്കൽ ഇന്ത്യൻ ഫിലിം. എല്ലാവരും അത്രയും കീൻ അറ്റൻഷനോട് കൂടിയിരുന്ന ഒരു മൂവി കാണുകയാണ്. മൂവിയിലെ ഹീറോയിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ആദ്യമേ ഇതിൽ പറയുന്നുണ്ട്, ഒരു വെസ്റ്റേൺ ഹീറോയിനെ പോലെയേ അല്ല. വെസ്റ്റേൺ സൗന്ദര്യ സങ്കല്പം അനുസരിച്ച് സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ് എല്ലും തോലുമായതും ചിരിക്കുമ്പോൾ കവളെല്ലുകൾ ഉന്തി നിൽക്കുന്നതുമായിട്ടുള്ള രൂപങ്ങളാണ്. എന്നാൽ ഇന്ത്യൻ സൗന്ദര്യ സങ്കല്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം വണ്ണവും തടിയും ഒക്കെ ഉള്ള എക്സസ് ഫ്ലഷ് ശരീരത്തിലുള്ള സ്ത്രീകളാണ് സൗന്ദര്യ സങ്കല്പം. ഇവിടെ നമ്മുടെ ഹീറോയിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ടേം തന്നെ സെക്സ് ഗോഡസ് എന്നാണ്. Excess of female fat seems to fire the Indian imagination and the Indian sensibility. Indian filmmakers represent our heroines in this manner to cater to Indian taste. കൺട്രീസും കോണ്ടിനെൻസും മാറുന്നതിനനുസരിച്ച് സൗന്ദര്യ സങ്കല്പങ്ങളും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. The heroine in the poem is wearing a short red skirt and her thighs could be seen clearly below her skirt as a tree trunk. Her plumpy thighs and her hips swings as she moves with the song. Seeing this, the excited man whistles and howls. The women are slightly embarrassed. സെക്സ് ഗോഡസ് എന്ന് നമ്മുടെ പോയറ്റ് വിശേഷിപ്പിച്ച നമ്മുടെ ഹീറോയിൻ്റെ വേഷം എന്ന് പറഞ്ഞ ഒരു ചെറിയ റെഡ് സ്കേർട്ടാണ്. സ്കേർട്ടിന് താഴെ അവളുടെ തുടകൾ വൃത്തിയായി കാണാൻ സാധിക്കും. അത് ട്രീ ട്രങ്ക് പോലെ എന്നാണ് പോയറ്റ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സോങ്ങിനൊപ്പം തൻ്റെ അരക്കെട്ടിളക്കി ഡാൻസ് ചെയ്യുന്ന ഹീറോയിനെ കണ്ട് അവിടെ കൂടിയിരുന്ന ആണുങ്ങൾ അത്രയും വിസിലടിക്കുകയും ഒച്ചയുണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. സ്ത്രീകളെല്ലാം അത്യാവശ്യം നാണത്തോടു കൂടിയും ഇരുന്നു. സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ പോം. ദ ലവർ ഹീറോ ഡാൻസസ് ഇൻ ടു എ സോങ്. ഹിസ് ലിപ് സിങ്ക് എ ലിറ്റിൽ ഓഫ്. ബട്ട് നോ മാറ്റർ, വി നോ ദ വേർഡ്സ് ഓൾറെഡി ആൻഡ് സിങ് അലോങ്. It is safe here, the day golden and cool, so no one sweats, roses on every bush, and the Dal Lake clean again. The sex goddess switches to thickened English to emphasize a joke. We laugh and clap. Here we need not be embarrassed by words dropping like lead pellets into foreign ears. നമ്മുടെ പോയത്തിലേക്ക് മൂവിയിലെ ഹീറോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ സെക്സ് ഗോഡസിനൊപ്പം ഡാൻസ് ചെയ്യാണ്. നമ്മുടെ ഹീറോ ഇവിടെ പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലിപ് സിങ്ക് അത്യാവശ്യം ഓഫായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ സ്പെക്ടേറ്റേഴ്സിന് ആർക്കും ഒരു പ്രോബ്ലം അല്ല. അവർക്ക് ഓൾറെഡി ഈ പാട്ട് നേരത്തെ നന്നായിട്ട് അറിയാം. സോ ആ പാട്ടിനൊപ്പം തന്നെ ഇവരും മൂളിക്കൊണ്ടേയിരിക്കും.
മൂവിയുടെ പശ്ചാത്തലം എന്ന് പറയുന്ന കാശ്മീരിൻ്റെ ദാൽ ലേക്കാണ്. സാധാരണ എപ്പോഴും ക്ലീൻ ആയിട്ട് കാണപ്പെടാറേയില്ല, പക്ഷേ മൂവിയിൽ വളരെ ക്ലീൻ ആയിട്ട് ദാൽ ലേക്ക് കാണുന്നുണ്ട്. ഓൾസോ എവറി ബുഷ് ഇസ് ഫ്ലെയിംഡ് വിത്ത് കളർഫുൾ ഫ്ലവേഴ്സ് ഡിഫ്യൂസിംഗ് ദർ അരോമ ഓൾ അറൗണ്ട്. പശ്ചാത്തലം എന്ന് പറയുന്ന ദാൽ ലേക്കാണെന്ന് പറഞ്ഞു. അവിടെ ഇഷ്ടംപോലെ കളർഫുൾ ഫ്ലവേഴ്സ് എല്ലാം പൂത്ത് നിൽക്കുന്നതും കാണാൻ സാധിക്കുമായിരുന്നു. Thickened English here suggests that the heavily accented English most Indians speak. The heroine in the film is the representation of the snobbish English-educated Indians who blindly imitates the Western life. അടുത്ത ലൈനിൽ തിക്കൻഡ് ഇംഗ്ലീഷ് എന്നൊരു യൂസേജ് കാണാൻ സാധിക്കും. തിക്കൻഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഹെവിലി ആക്സൻറ്റഡ് ഇംഗ്ലീഷാണ്. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയ ഇന്ത്യൻസ് സാധാരണയായി സംസാരിക്കുന്നത് ഇത്തരം തിക്കൻഡ് ഇംഗ്ലീഷിലായിരിക്കും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഹീറോയിൻ അത്യാവശ്യം ഇംഗ്ലീഷ് എഡ്യൂക്കേഷനൊക്കെ കിട്ടിയ ഒരു അപ്പർ ക്ലാസ് ഫാമിലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം അല്ലേ? നോർമലി അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ സാധിക്കുന്ന ഇന്ത്യൻസൊക്കെ ബ്ലൈൻഡായിട്ട് വെസ്റ്റേൺ ലൈഫ് ഇതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ നമ്മുടെ ഹീറോയിൻ്റെ ഡ്രസ്സിങ്സിനെ പറ്റി പറഞ്ഞു, യൂസ് ചെയ്യുന്ന ഡയലോഗ്സിനെ പറ്റി പറഞ്ഞു, ഒക്കെ അവൾ ഒരു വെസ്റ്റേൺ സ്റ്റൈലിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഹീറോയിനായിട്ടാണ് ഫിലിമിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. Normally, those heavily accented English they use in this foreign country makes them embarrassed in front of the native people who speaks English. അത്യാവശ്യം ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടി ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരൊക്കെ അത്തരം ഹെവിലി ആക്സൻറ്റഡ് ഇംഗ്ലീഷാണ് സംസാരിക്കുക. ബട്ട് ഇവിടുത്തെ നേറ്റീവ് സ്പീക്കേഴ്സിന് ഈ ഇമിഗ്രൻസ് യൂസ് ചെയ്യുന്ന തിക്കൻഡ് ഇംഗ്ലീഷ് കേട്ടാൽ ഒന്നും മനസ്സിലാവാറില്ല. അപ്പോൾ ഈ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ മുമ്പ് മിക്കവാറും ഇമിഗ്രൻസ് നാണം കെടാറുണ്ട്. ഹിയർ ഓഫ് ആൻഡ് ഓൺ ദ ഗോഡസ് സ്വിച്ചസ് ഓവർ ടു ഹെവിലി ആക്സൻറ്റഡ് ഇംഗ്ലീഷ് വിച്ച് ഗീവ്സ് എ ഹ്യൂമറസ് ടോൺ ടു ദ സ്റ്റോറി ഓഫ് ദ ഫിലിം. ഈ മൂവിയിൽ നമ്മുടെ ഹീറോയിൻ അവിടെ ഇവിടെയൊക്കെ തിക്കൻഡ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ തിക്കൻഡ് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഇവർക്കാർക്കും പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള നാണക്കേടും തോന്നിക്കാറേ ഉണ്ടായിരുന്നില്ല. അവർ ആ ഹ്യൂമറസ് സിറ്റുവേഷൻസ് എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു, ക്ലാപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. The flickering movie light wipes from our faces years of America. Sons who want more walks and refuse to run the family store. Daughters who date on the sly. When, at the end, the hero dies for his friend who also loves the sex goddesses and now can marry her. All the immigrants immersed in the movie and temporarily forget all the workday problems they came across in an alien land, such as sons who want the lifestyle of the foreigners and refuse to run the family store, daughters who date on the sly, etc. എല്ലാ ഇമിഗ്രൻസും ഇവിടെ ഒത്തൊരുമിച്ചിരുന്ന മൂവി കാണുമ്പോൾ തങ്ങൾ ദിവസവും അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും താൽക്കാലികത്തേക്ക് അവർ മറക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ചിലരുടെ മക്കൾക്കാണെങ്കിൽ ഫോറിൻ സ്റ്റൈലിനോടാണ് ഭയങ്കര ക്രേസ്. ഇവിടെ മൊഹ്വാക്സ് എന്നൊരു ടേമുണ്ട്, വിച്ച് മീൻസ് ഫോറിൻ ഹെയർ സ്റ്റൈൽ. അപ്പോൾ ആ സ്റ്റൈലിൽ ജീവിക്കാനാണ് താല്പര്യം. തങ്ങളുടെ ഫാമിലി സ്റ്റോർ ആയിട്ട് നടത്താനോ ആ രീതിയിൽ പോകാനൊന്നും അവർക്ക് താല്പര്യമില്ല. ചിലരുടെ പെൺമക്കളാണെങ്കിൽ വഞ്ചനയിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. താൽക്കാലികമായെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ അവർ മറക്കുകയാണ് ഇവിടെ. ഇനി മൂവിയുടെ ക്ലൈമാക്സിനെ പറ്റി പറയുന്നുണ്ട്. ഇൻ ദ ക്ലൈമാക്സ് ഓഫ് ദ ഫിലിം ദ ഹീറോ ഡൈസ് ഫോർ ഹിസ് ഫ്രണ്ട് ഹു ഓൾസോ ലവ്സ് ദ സെക്സ് ഗോഡസ്. ഓൾ ദ സ്പെക്ടേറ്റേഴ്സ് നോ ദാറ്റ് ഹിസ് ഫ്രണ്ട് കുഡ് മാരി ഹർ ദാൻ. ദേ ഓൾ ഫീൽ എംപതി വിത്ത് ദ ട്രാജിക് ലൈറ്റ് ഓഫ് ദ ഹീറോ. മൂവിയുടെ ക്ലൈമാക്സിൽ ഹീറോ തൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് മരിക്കുകയാണ്. ഫ്രണ്ടിന് നമ്മുടെ സെക്സ് ഗോഡസിനോട് ഒരു താല്പര്യമുണ്ട്. സോ കാണുന്ന എല്ലാവർക്കും അറിയാം ഇനി ഈ ഫ്രണ്ടാണ് സെക്സ് ഗോഡസിനെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. സോ എല്ലാവർക്കും നമ്മുടെ ഹീറോയുടെ മരണത്തിൽ വലിയ സങ്കടമാവുന്നു. ആണുങ്ങൾ പോലും കരയുകയും ചെയ്യുന്നുണ്ട്. Let's move to the next part. We weep, understanding. Even the men clear their thoughts to say, what Kurbani, what dosti, after we mill around, unwilling to leave, exchange greetings and good news, a new gold chain, a trip to India. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫിലിമിൻ്റെ ക്ലൈമാക്സ് ഉണ്ട്, എല്ലാവർക്കും വലിയ വിഷമായി. സീയിങ് ദ ക്ലൈമാക്സ് all of them wept, even men shed a drop of tear or two. ഇവിടെ നമ്മുടെ പോയിട്ട് 2 ഇന്ത്യൻ ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് കുർബാനി, വാട്ട് ദോസ്തി. കുർബാനി എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ്, ദോസ്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഇവിടെ എല്ലാവരും പറയുകയാണ് എന്തൊരു സാക്രിഫൈസ് ആയിരുന്നു, എന്തൊരു ഫ്രണ്ട്ഷിപ്പാണത് എന്നൊക്കെ. ആഫ്റ്റർ ദ ഫിലിം ഷോ ദ വ്യൂവേഴ്സ് ആർ നോട്ട് ഇൻ എ ഹറി ടു ലീവ്. ദേ മിൽ അറൗണ്ട് ആൻഡ് എക്സ്ചേഞ്ച് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഗ്ലാഡ് ടൈഡിങ്സ്. ദേ സ്പീക്സ് അബൌട്ട് വിസിറ്റിംഗ് ദ ഹോം ലാൻഡ് ഓർ പർച്ചേസിംഗ് ഗോൾഡ് ചെയിൻ. ഫിലിം ഷോ കഴിഞ്ഞാലും വ്യൂവേഴ്സ് ഒന്നും പെട്ടെന്ന് ധൃതിപ്പെട്ടൊന്നും പോകുന്നൊന്നുമില്ല വീട്ടിലേക്ക്. അവരതിലൂടെ എല്ലാം ചുറ്റിക്കറങ്ങി നിൽക്കുകയും അവിടെ ഇവിടെയൊക്കെ കാണുന്നവരോടൊക്കെ സംസാരിച്ചുകൊണ്ടും അത്യാവശ്യം കുശലമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുതിയ ഗോൾഡ് ചെയിൻ വാങ്ങിച്ച കാര്യവും നാട്ടിലേക്ക് പോകുന്നത്, അങ്ങനെ പലതും. Next part of the poem. We do not speak of mortal raids, cancelled permits, stones thrown through glass windows, daughters and sons raped by dot-busters. In this dim fire, we can pull around us the faint, comforting smell of incense and pakoras and arrange our children's marriage with hometown boys and girls. ഈ സിനിമ ഹാളിൻ്റെ ഇടനാഴികളിൽ വെച്ച് കുട്ടികളുടെ കല്യാണങ്ങൾ വരെ ഉറപ്പിച്ചിട്ടുണ്ട്. തിയേറ്ററിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നല്ല ഫ്രൈഡ് ഇന്ത്യൻ സ്നാക്സിൻ്റെയും അതുപോലെ തന്നെ ചന്ദനത്തിരിയുടെയും ഒക്കെ ഗന്ധം അനുഭവിക്കാൻ സാധിക്കും. ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു ചെറിയ നൊസ്റ്റാൾജിയ തോന്നുന്ന ഒരു ഈ ഇമിഗ്രൻസിന് തമ്മിൽ സംസാരിക്കാൻ ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട്. ദേ ടോക്ക് അബൌട്ട് എവ്രി മാറ്റേഴ്സ് അണ്ടർ ദ സൺ ദാറ്റ് ഇൻട്രസ്റ്റ് ദം. They seldom speaks of negative developments like mortal raids.
stone thrown at the glass windows, cancelled permits, or daughters and sons being raped by the racist gangs, etc. സാധാരണ ഈ നെഗറ്റീവ് കാര്യങ്ങളെപ്പറ്റിയൊന്നും അവർ സംസാരിക്കാറില്ല. അതായത് മോട്ടൽ റേറ്റിനെ പറ്റിയോ അവരുടെ ഗ്ലാസ് വിൻഡോസൊക്കെ എറിഞ്ഞു പൊട്ടിച്ചതിനെ പറ്റിയോ പെർമിറ്റ്സ് ഒക്കെ ക്യാൻസൽ ആയതിനെ പറ്റിയോ അല്ലെങ്കിൽ മക്കളൊക്കെ റേസിസ്റ്റ് ഗാങ്സാൽ റേപ്പ് ചെയ്യപ്പെടുന്നതോ ഒന്നും സംസാരിക്കാറില്ല അവർ. കുറച്ച് നേരത്തേക്കെങ്കിലും അവരെ മറ്റൊരു ലോകത്തേക്ക് അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇനി പോകത്തിൻ്റെ അടുത്ത പാർട്ടിലേക്ക് പോവാം. Open a franchise, win $1 million in the mail. We can retire in India, a yellow 2-storied house with a wrought iron gates, our own ambassador car. Or, at least, move to a rich white suburb, Summerfield of Fort Lee, with the neighbors that will talk to us. Here, while the film songs still echo in the corridors and restrooms, we can trust in the movie truths, sacrifice, success, laugh and luck. The America that was supposed to be. പുതിയ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി 1 million ലോട്ടറി അടിക്കുന്നതിനെ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ദ ഓൾസോ ഡിസ്കസ് ദ പ്രോസ്പെക്ട് ഓഫ് റിട്ടേണിംഗ് ടു ഇന്ത്യ ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ്സ് ആൻഡ് ബിൽഡ് എ 2-storied house with a wrought iron gate, should buy an ambassador car, or at least they should move to the suburbs of America with a better neighborhood that at least talk to them. അവരുടെ കമ്മ്യൂണിക്കേഷനിൽ കടന്നു വരുന്ന മറ്റു ചില ആശയങ്ങളാണ് റിട്ടയർമെൻറ്റിന് ശേഷം ഇന്ത്യയിൽ സെറ്റിൽ ആവണം, അവിടെ ഒരു 2 നില വീട് പണിയണം, അതിൽ ഒരു നല്ലൊരു റോട്ട് ആൻഡ് ഗേറ്റ് പിടിപ്പിക്കണം, മുറ്റത്തൊരു അംബാസഡർ കാർ വാങ്ങിച്ചിടണം. ഇതൊന്നും നടന്നില്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ ഏതെങ്കിലും നല്ലൊരു ഭാഗത്ത് പോയി സെറ്റിൽ ആവണം, അവിടെ നമുക്ക് വർത്തമാനം പറയാൻ പാകത്തിന് നല്ല നൈബർഹുഡൊക്കെ ഉണ്ടാവണം. In the concluding line, the speaker says that movie truths like sacrifice, success, love, luck cannot be realized in the real life. They expect all these factors from the Americans that they were denied of. കൺക്ലൂഡിംഗ് ലൈൻസിൽ നമ്മുടെ പോയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സാധാരണയായിട്ട് മൂവീസിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് സാക്രിഫൈസ്, സക്സസ്, ലവ്, ലക്ക്, ഇങ്ങനെയുള്ളതെല്ലാം. റിയൽ ലൈഫിൽ മിക്കവാറും ഇതൊന്നും കാണാറേ ഇല്ലെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇവർ ഇവിടുത്തെ അമേരിക്കൻസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷേ ഇവർക്ക് ഇതെല്ലാം അവർ ഡിനൈ ചെയ്യാണ്. ദാറ്റ്സ് വൈ ദ പോയറ്റ് സേസ് സോ. People normally migrate to rich countries for a better life condition. Being the settlers in the alien land, they also are troubled by the identity crisis. The Indianness is ingrained in their deep, deep psyche, and new identity as Americans clash each other. This is a condition of diaspora everywhere. നോർമലി ആൾക്കാർ ബെറ്റർ ലൈഫ് കണ്ടീഷൻസ് തേടിയാണ് വേറെ രാജ്യങ്ങളിലേക്കൊക്കെ, എസ്പെഷ്യലി റിച്ച് കൺട്രീസിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. ദേ ആർ ഇന്ത്യൻസ് ഒറിജിനലി, ബട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ അമേരിക്കൻസായി മാറാനായിട്ട് ശ്രമിക്കുന്നു. ആൻഡ് ബോത്ത് ഓഫ് ദിസ് ഫീൽ ക്ലാഷ് ഈച്ച് അതർ. ആൻഡ് ദിസ് ഇസ് എ കണ്ടീഷൻ ഓഫ് ഡയസ്പോറാസ് എവ്രിവെയർ. ഏത് നാട്ടിലെ ഡയസ്പോറാസിനെ എടുത്താലും ഇത് തന്നെയാണ് അവരുടെ മെയിൻ പ്രശ്നം. Many people migrate across the countries and continents in search of fresh foods and new pastures. Indian movie New Jersey brings out the sense of togetherness brilliantly, especially by the repeated use of collective pronouns like we, our, us, etc. that the diaspora feels while they are at the theatre. ഏതൊരാളും രാജ്യം വിട്ട് പുറത്തു പോകുന്നത് ബെറ്റർ ലൈഫ് സ്റ്റൈൽ തേടിയിട്ടാണ്. ഇവിടെ ഇന്ത്യൻ മൂവി ന്യൂജേഴ്സിയിൽ നമ്മുടെ പോയിട്ട് ബ്രില്യൻ്റ് ആയിട്ടൊരു ടുഗെദർനെസ് എന്നൊരു ഫീല് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ, ഞങ്ങളുടെ എന്നൊക്കെ. അതായത് ഈ പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പോയത്തിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന മെയിൻ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നൊസ്റ്റാൾജിയ ഫോർ ദ ഹോം ലാൻഡ്, ഇന്ത്യൻ സെൻസിബിലിറ്റി, ഫീലിംഗ് ഓഫ് ടുഗെദർനെസ് ഇൻ എ ഫോറിൻ കൺട്രി. ദീസ് ആർ ദ മെയിൻ തീംസ്. ഇത്രയേ ഉള്ളൂ ഇന്ത്യൻ മൂവി ന്യൂജേഴ്സി എന്ന ഈ പോയം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. അടുത്ത ഏത് ക്ലാസ്സിൻ്റെ വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുമല്ലോ. താങ്ക് യു.